ആ മക്കളെ നിങ്ങളുടെ അപ്പനും അമ്മയൊന്നും മുതലാവൂ. ആ അതങ്ങനെയല്ല, നീ ഇങ്ങോട്ട് മാറിയിരിക്കും ഇങ്ങോട്ട്. ആ ഇത് ഇങ്ങനെ ഒറ്റ തട്ട് കൊണ്ടില്ല. ആ ടീച്ചറെ ഇന്ന് പള്ളിയിൽ കണ്ടില്ല. ഞാൻ അപ്പോഴേ വിചാരിച്ചു ഇന്ന് നേരത്തും കാലത്തും കയറി അടുക്കള പണി തുടങ്ങി കാണുന്നു. ഓ മറിക്കും. ആ എൻ്റെ കാര്യം പിന്നെ പറയണ്ട. പിന്നെ ടീച്ചറെ ഞാൻ മോസ്തുതി പറയാന്ന് പറയരുത്. ഈ ഗേറ്റ് കിടന്ന് വരുമ്പോഴേ കിട്ടും ഈ കൈപ്പുണ്യത്തിൻ്റെ ഒരു മണം. ഓ ടീച്ചറെ ഇതെന്താ? മട്ടൺ സ്റ്റൂ. ആ മോൾ ഇറങ്ങിയല്ലേ, അപ്പൊ കേക്ക് ഞാൻ തന്നെ കട്ട് ചെയ്യേണ്ടതായിട്ട് വരും. മോളെ ഒന്ന് കാണാതിരിക്കുമായിരുന്നു. പപ്പ എന്നോട് എല്ലാ കാര്യവും പറഞ്ഞു. ഇനി ഒരു കല്യാണം കഴിക്കാം. നല്ല തടിപിടുക്കന്മാരുള്ള പ്രൊഫഷണലല്ലേ, അതിനകത്ത് ഒരെണ്ണത്തിൽ എങ്ങനെ തപ്പിയെടുക്കുക. ഞാൻ നോക്കുന്നുണ്ട്. അച്ഛനും ഒന്ന് തപ്പ്. തപ്പ എനിക്കറിയായിരുന്നു ഇതുപോലൊരു സെറ്റപ്പ് കൂടെ ഉണ്ടാവുമെന്ന്. എടാ അങ്ങ് ലണ്ടനിൽ നല്ല സിംഗിൾ മാൾട്ട് സാധനം കിട്ടും. അല്ല നിനക്കൊക്കെ ഇവിടുത്തെ ഈ മാട്ട സാധനം പറ്റുള്ളൂ എന്ന് എനിക്കറിയാം അല്ലേ. അതായത് ഇപ്പം നിനക്ക് പ്രത്യേകിച്ച് പണിയൊന്നും ഇല്ലാത്തതുകൊണ്ട് ഞാൻ അന്ന് പറഞ്ഞ കാര്യം നിനക്കൊന്ന് ആലോചിക്കാവുന്നേ ഉള്ളൂ. ഏതാ ആലോചിക്കാൻ മേലേ? അല്ല നമുക്ക് കേക്ക് അവിടെ നീ ഉണ്ടി പോരുത്. നീ ഒറ്റ ഒരുത്തനാ ഈ അടുക്കമ്മ കൊടുത്ത് പിന്നെ ഇങ്ങനെ വഷളാക്കുന്നത്. അത് ശരി. എൻ്റെ പെണ്ണുമ്പിള്ളം കാണി യു കെയിലായിരുന്നു ഞാൻ എന്നേ പോയേനെ. അതാ എൻ്റെ പെണ്ണുമ്പിള്ള യു കെക്ക് പോവാത്തെ. എടാ അവിടെ എല്ലാവരും കുടുംബമായിട്ട് ജീവിക്കുമ്പം അവൾക്കും ആഗ്രഹം കാണിയല്ലേ. അവളുടെ അപ്പൻ്റെ ചികിത്സയും ഈ വീടിനടുത്ത് ലോണും ഇല്ലായിരുന്നെങ്കിൽ അവിടെ എന്നെങ്കിലും പോകുന്നതന്നെ. അച്ഛൻ ഞാനും ഇത് കുറെ കഷ്ടപ്പെട്ട് നേടിയ പണിയാ. അതുകൊണ്ട് ഞാനിവിടെ നിന്നാലേ നമുക്ക് സെറ്റിൽ ചെയ്യാൻ പറ്റും. എടാ അത് ഈ മാത്യൂസും അരുണിമയ്ക്കയില്ല. നീ ഇനി ഒന്നും ഇങ്ങോട്ട് പറയണ്ട. ഞാൻ പറയുന്നത് അങ്ങോട്ട് കേട്ടാ മതി. ലൗലി പോലെ നല്ല ദൈവഭയവും സ്നേഹവും ഉള്ള കൊച്ച. നീ അവളെ ഈ കുഞ്ഞിനെ ഇനി വിഷമിപ്പിക്കരുത്. ഇപ്പൊ എല്ലാം ഓക്കെ ഇല്ലേ? നമുക്ക് അതിന്റെ പേര് എണ്ണം അടിച്ചാലോ? അവിടെ അവിടെ അടിച്ചാലോന്നോ? എന്റെ കണ്ണും മട്ടത്ത് ഒരുത്തിന് എന്നെ വെള്ളം ഒടിപ്പിക്കില്ല. കാനായിലെ കല്യാണത്തിന് കാനായിൽ എന്നെ ഉണ്ടാക്കിയത് ഈ കാനായിലെ കല്യാണത്തിന് വെള്ളം വീഞ്ഞാൽ കടിക്കുന്നു. രണ്ടുപേരും പോടാ. കാനായില് കാനായിലേ കർത്താവേ, ഇന്നെങ്കിലും ഈ പാനപാത്രം എന്നിൽ നിന്ന് മാറ്റിത്തരണമേ. പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവായ സർവേശ്വര. മാറ്റിയിട്ടുണ്ടേ. ഇനി നീ കല്യാണം കഴിക്കണ്ട. കഴിച്ച ഒരു കുഞ്ഞാടിന്റെ ജീവിതവും കൂടി വെള്ളത്തിലാവും. അവിടെ ആരൊക്കെയുണ്ട്? ഹലോ ഹലോ. എന്തിനാ നിന്നെ മാത്യൂസ് പറഞ്ഞു കൊടുക്കണോ? അമ്മയുടെ മോള് സുന്ദരിയായല്ലോ പുതിയ കമ്മലൊക്കെ ഇട്ടിട്ട്. ഞങ്ങളതങ്ങ് കുത്തിയല്ലേ അല്ലേട്ടാ? ഇച്ചിരി വേദന എടുത്തു. ആഹാ കൊള്ളാലോ, സുന്ദരി ആയിട്ടുണ്ട് കേട്ടോ. നന്നായിട്ടുണ്ട്. അവിടുത്തെ കേക്ക് കാണിച്ചാ നോക്കട്ടെ. രണ്ടിടത്തും ഒരേ കേക്കാണല്ലോ. എന്നാ നമുക്ക് ഇനി പ്രാർത്ഥിച്ചങ്ങ് കേക്ക് കുറിച്ചേക്കാം. നീ നമുക്ക് കേക്ക് മുറിക്കാം. ജീജ അവിടെ എല്ലാം ഓക്കെ അല്ലേ? എനിക്ക് നിങ്ങളിവിടെ എത്ര മിസ് ചെയ്യണമെന്നറിയോ? എത്ര നാളെന്ന് വെച്ചിട്ടാണ് നമ്മളിങ്ങനെ. പിന്നെ കാര്യങ്ങളൊക്കെ അവിടെ അങ്ങനെ ആയ സ്ഥിതിക്ക് ജീജനൊന്നും ഇങ്ങോട്ട് വന്നൂടെ? ഹലോ ഹലോ ഹലോ.
പോവാം ബാ എടാ ബാ മോള് തിരിച്ചു വരുമ്പോ അമ്മമ്മ ഓർക്കുവോ? അമ്മമ്മ മനസ്സിലാവോ കണ്ടാല്? അല്ല ആ ബെൽറ്റ് എന്നിട്ടേ പിടിച്ചാലേ 100 പൗണ്ടാ. സോറി 100 പൗണ്ടെന്ന് വെച്ചാൽ 10,000 രൂപയെ ആ ആ ജീച്ച നമ്മുടെ കുഞ്ഞേട്ടൻ നാട്ടില് വലിയ രാഷ്ട്രീയക്കാരനൊക്കെ ആയിരുന്നു കേട്ടോ. ഇവിടെ ഉണ്ട്. എന്തിന്റെ പ്രസിഡന്റാ കുഞ്ഞേട്ട? അതിപ്പോ ലണ്ടനിൽ വന്നിട്ടേ അല്പം സ്വല്പം സാമൂഹിക സേവനം ഇല്ലെങ്കിലേ പിന്നെ ജീവിതം. പിന്നെ ഇവിടെ എല്ലാവരും കൂടെ ചേർന്ന് ഓവർസീസ് മലയാളം കോൺഗ്രസിന്റെ ലണ്ടൻ പ്രസിഡന്റാക്കി. ശരി. കുഞ്ഞേട്ടൻ എവിടെയാ ജോലി? എവിടെയാ ജോലി? BBC BBC ബ്രിട്ടീഷ് ബോട്ടം ക്ലീനിങ്. അതിന്റെ പ്രസിഡന്റാ. ആ എത്തിയോ ജീച്ച? ഇത് സൂസൻ ചേച്ചി. വാ കേറി വാ. കുഞ്ഞിനെ ഇറങ്ങിയോള്. അവസാനം ഇവിടെ എത്തിയല്ലോ, അത് മതി. എന്നാലും എന്റെ ജീനെ ഇവിടെ എത്തിക്കാൻ വേണ്ടി ഈ കൊച്ചു നേരാത്ത നേർച്ചകളൊന്നുമില്ല. എന്തായാലും ആളിവിടെ എത്തിപ്പെട്ടല്ലോ. കുറച്ച് ദിവസം ഇവിടെ ഉണ്ടാവും അല്ലേ? അല്ലേ? നീ ആ ഭക്ഷണം എടുത്ത് നോക്കിയേ. 10-16 മണിക്കൂർ ഫ്ലൈറ്റ് യാത്ര കഴിഞ്ഞ് വന്നതാ. ഭക്ഷണമൊക്കെ എപ്പോഴേ റെഡി. നിങ്ങൾ പോയാൽ ആദ്യം ഫ്രഷ് ആവും. ചെല്ല്. അയ്യോ റൂം മേളില. ഞാൻ എടുത്തോളാം. ശരി. അവിടെ വരും. എന്താ പപ്പ? വീട്ടിൽ ചെന്ന് അടങ്ങിയിരിക്കും.